നീ ബസ് സ്റ്റോപ്പിലെത്തുമ്പോഴേക്കും അവർ പോയിരുന്നോ? നീ പുറത്ത് പോകുന്നതിന് മുമ്പ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരുന്നോ? എനിക്ക് ചോദിക്കാറില്ലേ എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം? അതായത് ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ചെയ്തിരുന്നോ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം? അതായത് ഫസ്റ്റ് എന്ത് കാര്യമാണോ നടന്നത് അതിൻ്റെ കൂടെ ഹാഡ് പ്ലസ് V3 യൂസ് ചെയ്യാം. രണ്ടാമത് നടന്ന കാര്യത്തിൻ്റെ കൂടെ വെർബിൻ്റെ സെക്കൻഡ് ഫോമും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് എക്സാമ്പിൾ എന്താ പറഞ്ഞത്? നീ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴേക്കും അവർ പോയിരുന്നോ. ഇവിടെ അവർ പോയിരുന്നോ എന്ന കാര്യമാണ് ഫസ്റ്റ് നടന്നത്. അപ്പോൾ ഹാഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വെർബിൻ്റെ തേർഡ് ഫോം യൂസ് ചെയ്യുക. സോ ഹാഡ് ദേ ലെഫ്റ്റ് ബിഫോർ യു റീച്ച്ഡ് ദ ബസ് സ്റ്റോപ്പ്. ഹാഡ് ദേ ലെഫ്റ്റ് ബിഫോർ യു റീച്ച് ദ ബസ് സ്റ്റോപ്പ്. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. അതെന്തായിരുന്നു? നീ പുറത്ത് പോകുന്നതിന് മുമ്പ് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിരുന്നോ. അതാണ് നമ്മൾ സെക്കൻഡ് എക്സാമ്പിൾ പറഞ്ഞത്. സോ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നടന്ന കാര്യം. അപ്പോൾ എന്ത് ചെയ്യാം? ഹാഡ് യു കംപ്ലീറ്റഡ് യുവർ വർക്ക് ബിഫോർ യു വെൻറ്റ് ഔട്ട്. ഹാഡ് യു കംപ്ലീറ്റഡ് യുവർ വർക്ക് ബിഫോർ യു വെൻറ്റ് ഔട്ട്. So easy അല്ലേ? So this type of sentence you also try in your daily conversation. Bye.